IFFK സിനിമാ വിവാദത്തിൽ സംഘാടകർക്കെതിരെ സിനിമാ പ്രവർത്തക ദീപിക സുശീലൻ. സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചത് ഏറെ വൈകിയാണ്. പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ പട്ടികയും രേഖകളും നവംബറിൽ ആദ്യമെങ്കിലും സമർപ്പിക്കണം. എന്നാൽ ഡിസംബറിലാണ് അക്കാദമി പട്ടിക സമർപ്പിച്ചതെന്നും ദീപിക സുശീലൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം സിനിമകൾ എന്നാണ് കേന്ദ്രത്തിന്റെ പരിഗണനയിലേക്ക് സമർപ്പിച്ചത് എന്നതിന് ആധികാരിക രേഖകളുണ്ട് എന്ന് അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നടന്നത്, ഏത് ഡേറ്റിലാണ് മെയിൽ അയച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വളരെ വസ്തുതാപരമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തരത്തിലെ വൈകലും ഡിലേയും സംഭവിച്ചിട്ടില്ല. എല്ലാ പ്രൊസീജിയറും വളരെ കൃത്യമായി തന്നെയാണ് അക്കാദമി മുന്നോട്ടേക്ക് നീക്കിയിരിക്കുന്നത്. നമുക്ക് ഈ മേള വളരെ ഭംഗിയായി നടത്തണം, അത്രയേ ഉള്ളൂ. പ്രതികരണങ്ങളാണ് കണ്ടത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. സുനിഷ ചേരുന്നു. സുനിഷ, കേന്ദ്രം പറയുന്ന അതേ വാദമാണ് ദീപിക സുശീലൻ പറയുന്നത്. ഡിസംബറിലാണ് ഇത് സമർപ്പിച്ചത്, നേരത്തെ തന്നെ സമർപ്പിക്കേണ്ടിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് സന്തോഷ് കീഴാറ്റൂർ നൽകുന്ന മറുപടി അതെത്രത്തോളം ശരിയാണ്? ഇതിലിപ്പോൾ എന്താണ് ഈ പരസ്പരമുള്ള ഭിന്ന അഭിപ്രായങ്ങൾ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, സിനിമ വിലക്കിയത് തൊട്ട് ചലച്ചിത്ര അക്കാദമി പറയുന്നത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നുള്ളതായിരുന്നു. ചില സിനിമകൾ മാത്രം തിരഞ്ഞുപിടിച്ച് വിലക്കിയതാണ് കേന്ദ്രം നടത്തിയത് എന്നുള്ളതായിരുന്നു ചലച്ചിത്ര അക്കാദമി പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സിനിമാ മേഖലയിലുള്ളവർ, പ്രധാനമായും ഈ ചലച്ചിത്ര അക്കാദമിയിൽ പ്രവർത്തിച്ച പക്ഷേ ദീപികയെ നോക്കുകയാണെങ്കിൽ 2022 IFFKയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കൂടിയായിരുന്നു. ഇവരൊക്കെ തന്നെയും വിമർശനവുമായി ചലച്ചിത്ര അക്കാദമിക്കെതിരെ തന്നെ രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ബിജു പറഞ്ഞതും ഇത്തരത്തിലായിരുന്നു. നേരത്തെ തന്നെ നൽകിയിരുന്നു അപേക്ഷ എന്നുള്ളത് ഒരു ചോദ്യമായി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ദീപിക സുശീലൻ പറയുന്നത് പ്രകാരവും ഡിസംബറിലല്ല നൽകേണ്ടിയിരുന്നത് ഇത്തരത്തിൽ അപേക്ഷ. അങ്ങനെയെങ്കിൽ ഈ നവംബറോടുകൂടി തന്നെ അപേക്ഷ നൽകേണ്ടിയിരുന്നു, അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ്. ഇത്തരത്തിൽ ഒരു വീഴ്ച ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് തുടരുകയാണെങ്കിൽ അടുത്ത മേളയിൽ അടക്കം ഇത് ബാധിക്കുമെന്നതാണ് ദീപിക സുശീലൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അതിന് മറുപടിയായി ചലച്ചിത്ര അക്കാദമിയുടെ തന്നെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സന്തോഷ് കീഴാറ്റൂർ പറയുന്നത് ആധികാരികമായ രേഖകളുണ്ട്, ഏതൊക്കെ തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം 2024 ഡിസംബർ 2-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ കേന്ദ്രത്തിന് അപേക്ഷ നൽകിയിരുന്നത്. അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത്തവണ ഈ ഡിസംബർ 3-ാം തീയതിയാണ് ഇത്തരത്തിൽ അപേക്ഷ നൽകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 7 ദിവസം മുമ്പ് വരെ നൽകിയ പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സന്തോഷ് കീഴാറ്റൂർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇവർക്ക് ഈ വിമർശനം ഉന്നയിക്കുന്നവരെ മറ്റൊരു ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെടുകയായിരുന്നില്ലേ വേണ്ടത് എന്നതടക്കമുള്ള വിശദീകരണമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതിന് വിശദീകരണമായി ചലച്ചിത്ര അക്കാദമി പറയുന്നത് ഡിസംബർ 3-ാം തീയതി തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചില സിനോപ്സിസ് ലഭിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പറഞ്ഞിരുന്നത്. പക്ഷേ കൃത്യമായി എന്താണോ അവർക്ക് ലഭിച്ചിരുന്നത് അത് നൽകിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി പറയുന്നത്. ഒപ്പം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ മറ്റന്നാളോടുകൂടി, അതായത് സമാപന ദിവസം ഇവിടെ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന സംശയങ്ങൾക്ക്, അതായത് ഈ കേന്ദ്രത്തിന് നൽകിയതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ അത് അക്കാദമിയുടെ ചെയർമാൻ തന്നെ വിശദമാക്കും ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ട് എന്നുള്ളതാണ് ഇന്ന് ചലച്ചിത്ര അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് അംഗം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഏതായാലും നാളെയോടുകൂടി തന്നെ ഇതിൽ ആർക്കാണ് വീഴ്ച പറ്റിയത്, കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ അജണ്ടയായിരുന്നോ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിക്കുണ്ടായ വീഴ്ചയായിരുന്നോ എന്നതിൽ ഒരു വ്യക്തത വരുമെന്നത് തന്നെയാണ്. അത് നാളെയോ മറ്റന്നാളോടുകൂടി തന്നെ അറിയാൻ കഴിയും. ഏതായാലും സിനിമ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വിലക്കിയ സിനിമകൾ, കൂടുതൽ സിനിമകളുടെ വിലക്ക് നീക്കിയിട്ടുണ്ട്. ഇനി 6 സിനിമകളുടെ വിലക്കാണ് നീക്കാനുള്ളത്. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ആ സിനിമകളിലെല്ലാം ഈ IFFK വേദികളിൽ പ്രദർശനത്തിനും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമ കാണാൻ പറ്റുന്നത് ഒരു വശത്താണെങ്കിലും എന്തുകൊണ്ട് ഈ വിലക്കുകൾ വന്നു എന്നതൊരു ചോദ്യം തന്നെയാണ്. അതിന് അടുത്ത ദിവസം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ മറുപടി നൽകും വിശദമായി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മറുപടി എന്നത് തന്നെയാണ് ഏറെ ശ്രദ്ധേയം. റോഷ്നി, ഈ നടപടികൾ പൂർത്തിയാക്കാൻ വൈകി എന്നുള്ള വാദമാണോ ശരി, അതോ കൃത്യമായ സമയത്ത് തന്നെ ചെയ്തു എന്ന ചലച്ചിത്ര അക്കാദമിയുടെ വാദമാണോ ശരി എന്നുള്ളത് എന്തായാലും അറിയേണ്ടതുണ്ട്. സുനിഷയാണ് വിശദാംശങ്ങൾ നൽകിയത്. ന്യൂസ് ബസിൽ ഒരു ചെറിയ